ഒരു വിഭാഗത്തിൻ്റെ കൂട്ടമായിരിക്കാം എന്ന് തീർച്ചയായും ഞങ്ങൾ ഉറപ്പു തരുന്നു. ആം ആദ്മി പാർട്ടി അത്തരത്തിലുള്ള ഒരു പാർട്ടിയല്ല. ഈ പാർട്ടിക്ക് രൂപം നൽകിയത് അറിവിൻ്റെ എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വിഭാഗം നിസ്വാർത്ഥ ബുദ്ധിജീവികളാണ്. ഇതിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. വ്യക്തി ലാഭത്തിനു വേണ്ടി അല്ലെങ്കിൽ അധികാരത്തിനു വേണ്ടി അതല്ലെങ്കിൽ പണം സമ്പാദിക്കാൻ വേണ്ടി ഉള്ള വ്യാമോഹത്തോടുകൂടി ആരും ആം ആദ്മിയിൽ വരാൻ പാടുള്ളതല്ല. രാഷ്ട്രീയം ഒരു സേവനമായി കരുതുന്നവർ മാത്രം ആം ആദ്മി പാർട്ടിയിലേക്ക് കടന്നു വരിക. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ വരെ നമ്മുടെ രാഷ്ട്രീയത്തിൽ സത്യസന്ധത ഉണ്ടായിരുന്നു, ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു, അത് തത്വാധിഷ്ഠിതമായിരുന്നു. പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പിന്നെ അധികാരത്തിൽ വന്ന ആദ്യം മഹാനായ നെഹ്റു തൊട്ട് ഉള്ള ആൾക്കാർ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ശുദ്ധിയും സത്യസന്ധതയും വിശ്വാസ്യതയും നഷ്ടപ്പെടുത്തി. എല്ലാ രീതിയിലും അതിനുശേഷം നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ മൂല്യത നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇതിന് ആദ്യത്തെ ഉത്തരവാദി മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. കാരണം മഹാത്മാഗാന്ധിയുടെ സ്വരാജും അംബേദ്കർ എഴുതിക്കൂട്ടിയ ലോക്പാലും ഞെരിച്ചു കൊന്നുകൊണ്ട് ഒരു ഭരണഘടനയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഇത് എന്തിനു വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളത് അത് കഴിഞ്ഞുള്ള കാലങ്ങളിലേക്ക് പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകുന്നതാണ്. നെഹ്റു പാശ്ചാത്യ ശക്തികൾക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ആദർശങ്ങൾ നടപ്പാക്കാൻ വന്ന ഒരു പ്രതിനിധിയായിരുന്നു എന്നത് ഒരു സത്യം മാത്രമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു മുന്നേ നമ്മുടെ സ്വത്തുക്കൾ, നമ്മുടെ റിസോഴ്സസ് അവർ ഇവിടുന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷവും നമ്മുടെ സമ്പത്തിൻ്റെ ഒഴുക്ക്, നമ്മുടെ സമ്പത്തിൻ്റെ യൂറോപ്പിലേക്കും മറ്റ് വിദേശ ശക്തികളിലേക്കും
ഉള്ള ഒഴുക്ക് നിലച്ചില്ല. അതപ്പടി തന്നെ തുടർന്നതായി കാണും. ചുരുക്കം പറഞ്ഞാൽ ഇക്കഴിഞ്ഞ 20 കൊല്ലങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യത്തുനിന്ന് കോൺഗ്രസും BJPയും അവരെ തുണയ്ക്കുന്ന കുത്തകകളും കൂടി കടത്തിക്കൊണ്ടു പോയത് 200 ലക്ഷം കോടി രൂപയാണ്. ഇത് ഇവിടുത്തെ 60 കോടിയോളം വരുന്ന ദരിദ്ര നാരായണന്മാരുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വാരിക്കൊണ്ടുപോയ മുതലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള നെഹ്റു ഭരണത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. നെഹ്റു അധികാരം ഏറ്റെടുത്ത് ഏതാനും വർഷം കഴിയുന്നതിന് മുന്നേ പടിഞ്ഞാറൻ ബുദ്ധിജീവികളുടെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു. അടുത്ത 10-60 കൊല്ലം ഇന്ത്യ മഹാരാജ്യം വിവരദോഷികളും വെട്ടിത്തിന്നികളും ഭരിക്കും എന്നതായിരുന്നു ആ പ്രവചനം. ഇതവരെങ്ങനെ പ്രവചിച്ചു? അതിന് കാരണമുണ്ട്. ഒരു രാജ്യത്തിലെ ജനതയുടെ മനുഷ്യ അവകാശത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് സത്യം അറിയുവാനും അറിയിക്കുവാനും ഉള്ള അവകാശം. അതുകൂടാതെ തന്നെ വിദ്യാഭ്യാസ മീഡിയ കൊണ്ടുദ്ദേശിക്കുന്നത് അത് അറിവിൻ്റെ ഒരു മാധ്യമമാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യം അറിയുകയും അറിയിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം കുഞ്ഞുങ്ങളെ അറിയുവാനുള്ളത് അറിയിക്കുക, അറിയാൻ പാടില്ലാത്തത് അല്ലെ അറിഞ്ഞുകൊണ്ട് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ അവരെ അറിയിക്കാതിരിക്കുക. ഇതാണ് മനുഷ്യാവകാശത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും അടിസ്ഥാന ശില. നെഹ്റു എന്ന മഹാഭാവി ഈ അവകാശത്തിൽ ഒരു വലിയ കടന്നുകയറ്റം നടത്തി. ഈ അവകാശത്തിൽ പ്രധാനമായി അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് തൻ്റെ കുടുംബത്തിൻ്റെയും വരാൻ പോകുന്ന തലമുറയുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു അറിവിൻ്റെ സമ്പ്രദായം ഇവിടെ കെട്ടിപ്പടുത്തി. ഇതിൻ്റെ ഉദാഹരണം 60 തൊട്ട് ഏതാണ്ട് 70 വരെ ഉള്ള 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഉള്ള പാഠപുസ്തകങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അന്ന് ഇംഗ്ലീഷ് പഠിക്കുവാൻ തുടങ്ങുന്നത് 5ാം ക്ലാസ് മുതലായിരുന്നു. 5ാം ക്ലാസ്സിൻ്റെ 2ാമത്തെ പാഠം തുറന്നാൽ തൻ്റെ പുന്നാരമകൾ ഇന്ദിരാഗാന്ധിയുടെയും അവരുടെ 2 പുന്നാര മക്കൾ 10 വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയുടെയും ഫോട്ടോ, വലിയ ചിത്രം ആണ് ആ 2ാം പാഠത്തിൽ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ 2ാം പാഠത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ അവരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള അവരെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ആ ലെസൺ തുടങ്ങുന്നത്. അങ്ങനെ 10ാം ക്ലാസ് വരെ 1ഉം 2ഉം പാഠങ്ങൾ നെഹ്റു ഫാമിലിയുടെ മഹത്വങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ
കൊണ്ടുവന്നു. ഇതുകൂടാതെ മറ്റ് എല്ലാ മീഡിയകളിലും നെഹ്റുവിൻ്റെ മഹത്വങ്ങൾ വാഴ്ത്തുവാൻ മാത്രം ഉപയോഗിക്കപ്പെട്ടു. ഇതുകൊണ്ട് ഭാവിയിൽ എന്തുണ്ടായി നമുക്കൊന്ന് നോക്കാം. അതായത് നെഹ്റു ഫാമിലി ഡൈനാസ്റ്റി ഇതേ രീതിയിൽ 60കളിൽ വന്ന ഇന്ത്യൻ ബാലന്മാരിൽ കൊണ്ടുവരികയും അങ്ങനെ ഒരു നെഹ്റു ഫാമിലി ഡൈനാസ്റ്റിയാണ് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ അന്നത്തെ ദരിദ്ര നാരായണന്മാരായ നമ്മുടെ രക്ഷകർത്താക്കൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഈ പാഠങ്ങളും ഈ മീഡിയകളും എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കോരിക്കൊടുക്കുന്ന ഒരു വിഷമാണെന്ന്. അത് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. 60കൾ കഴിഞ്ഞപ്പോൾ നെഹ്റു പോയ വഴിക്കുണ്ടായ പിള്ളാരും അവസാനം എന്തു പറയുന്നു, ഇറ്റാലിയൻ പൊളിറ്റിക്കൽ ലാപ്പ് ഡാൻസറും അവരുടെ മന്ദബുദ്ധിയായ മകൻ രാഹുൽ ഗാന്ധിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാൻ യോഗ്യരായി യോഗ്യരാക്കി. അതാണ് നമ്മളിവിടെ കാണുന്നത്. നെഹ്റുവിന് ശേഷം ഉള്ള കാലയളവിൽ കൂടുതൽ ഭാഗവും ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ് ആണ്. അവരെങ്ങനെ ഭരിച്ചു എന്ന് നോക്കാം. ആലിബാബായും 40 കള്ളന്മാരും. ഈ ആലിബാബ എന്ന് പറയുന്നത് നെഹ്റു ഫാമിലിയിലെ ഒരാൾ. അതിനു ചുറ്റും 40 കള്ളരും വെട്ടിത്തിന്നികളുമായ കോൺഗ്രസ്സുകാർ. അങ്ങനെയാണ് നെഹ്റുവിന് ശേഷം ഇവിടെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇനി ഈ കാലയളവിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭരണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കേരളത്തിൽ ശ്രീ ആർ ശങ്കറിന് ശേഷം നട്ടലുള്ള ഒരു കോൺഗ്രസ്സുകാരൻ ഉണ്ടായിരുന്നോ എന്ന് സംശയമാണ്. നെഹ്റുവിന് ശേഷം 65കൾ കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീ വെട്ടിത്തിന്നി കരുണാകരൻ അധികാരത്തിൽ വരുന്നത്. ഞാൻ വെട്ടിത്തിന്നി കരുണാകരൻ എന്ന് പറഞ്ഞത് ക്ഷമിക്കുക. കാരണം 65 കഴിഞ്ഞതിന് ശേഷം അധികാരത്തിൽ വന്ന കരുണാകരൻ 80കൾ കഴിഞ്ഞപ്പോൾ 65കളിൽ കരുണാകരൻ വന്ന മാളെ എന്നൊരു ചണ്ടയും കൊണ്ടാണ്. 80കൾ കഴിഞ്ഞപ്പോൾ കോടികളുടെ ആസറ്റ് കരുണാകരനുണ്ട്. രഹസ്യ ആസറ്റുകളാണ്. ഇലക്ഷൻ ആകുമ്പോൾ വന്ന് മറിയുന്ന കാണാം. അങ്ങൊന്നും ഇങ്ങൊന്നും അല്ല. ഇതെങ്ങനെ ഉണ്ടായി? കരുണാകരന് ചെമ്മീൻ കച്ചവടം ഉണ്ടായിരുന്നു. എന്താ ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ പള്ളക്കടിച്ചുകൊണ്ട് ഖജനാവിൽ നിന്ന് കുത്തിവാരി കൊണ്ടുവന്ന് വയറ് വീർപ്പിക്കുന്ന ഇങ്ങനെയുള്ള വ്യക്തികളെ അഴിമതിക്കാരെന്നുള്ള പേരല്ല പറയേണ്ട, വെട്ടിത്തിന്നികളെന്നുള്ള പേര് തന്നെ പറയണ്ടേ. ആര് അഴിമതി കാണിക്കുന്നോ അതിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി പോകുന്നോ അവരെല്ലാം വെട്ടിത്തിന്നികൾ തന്നെ. അഴിമതിക്കാരെന്ന് പറഞ്ഞ് ഓമനപ്പേര് അവരെ വിശ്വസിക്കാൻ ആം ആദ്മി പാർട്ടി ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതിനുശേഷം കഴിഞ്ഞ 25-30 വർഷമായിട്ട് കോൺഗ്രസിൽ പോയവരെല്ലാം കോടീശ്വരന്മാരാണ്. ഇന്ന് പാർലമെന്റ് എംപിമാരിൽ 360-ൽ കൂടുതൽ ആൾക്കാർ കോടീശ്വരന്മാരാണ്. അവർക്ക് കാശ് എവിടുന്ന് വന്നു? അത് പോരാഞ്ഞിട്ട് ഇന്ത്യയിലെ കുത്തകകളും ഈ എംപിമാരും കൂടെ കോടിക്കണക്കിന് രൂപയാണ് ഇവിടുന്ന് വെളിയിൽ കടത്തിയത്.
പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടി കൈയിട്ട് കൊണ്ടുപോയ കാശാണ് ഇതെല്ലാം. നിങ്ങൾ പറയും ആന്റണിക്കും അല്ലെ സുധീരനും അഴിമതിയില്ലാത്ത നേതാക്കന്മാരാണെന്ന്. അത് ഞങ്ങൾക്ക് സമ്മതിക്കാൻ സാധിക്കില്ല. കാരണം ഇവര് ഈ നല്ല കാറുകളിൽ സഞ്ചരിക്കുന്നതും സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നതിൻ്റെ പൈസ എവിടുന്നാണ്? പാർട്ടി ഫണ്ടാണ്. ഈ പാർട്ടിക്ക് ഫണ്ട് എവിടുന്നാണ്? അഴിമതിയിൽ കൂടെ ഉണ്ടാക്കുന്ന കാശാണ്. അഴിമതിയിൽ കൊണ്ടുണ്ടാക്കുന്ന കാശ് കൊണ്ട് എൻജോയ് ചെയ്യും. പക്ഷെ അവർ വ്യക്തിപരമായി ഒന്നും സമ്പാദിക്കത്തില്ല. അവർ വലിയ ബുദ്ധിമാന്മാരാണ്. കാരണം വെളുക്കുന്നിടം വരെ മോഷ്ടിക്കാൻ അല്ലെ കക്കാൻ ചൂട്ട് പിടിച്ചു കൊടുക്കും. പക്ഷെ നേരം വെളുക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ കട്ടിട്ടില്ല. ഇതിന് ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീ പ്രണാബ് മുഖർജി ഈ റിപ്പബ്ലിക് ദിനത്തിലാന്ന് ഓർക്കണം രാഷ്ട്രത്തോട് ചെയ്ത പ്രക്ഷേപണം. ഒന്ന് ആലോചിക്കും. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ഡെമോക്രസിയുടെ ക്യാൻസറാണ് അഴിമതി. 40 കൊല്ലം അഴിമതിക്ക് ചൂട്ടുപിടിച്ച പ്രണാബ് മുഖർജി പ്രസിഡന്റ് ആയപ്പം അയാൾ അഴിമതിയെ കുറ്റം പറയുന്നത്. ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രഥമ പൗരന്റെ ഹോണസ്റ്റി എന്തുവാ? വിശ്വാസ്യത എന്തുവാ? അതോടുകൂടി ഈ പ്രസിഡന്റ് വരെ കള്ളം പറയാൻ ഒന്നാം നമ്പരായ ഈ നാട്ടിലെ ജനതയ്ക്ക് എന്താണ് സ്ഥാനം? ഈ ജനതയെ അവർ എന്ത് കാണുന്നു? കഴുതകളായിട്ട് കാണുന്നു. എന്തോ എനിക്കറിഞ്ഞുകൂടാ. പോകട്ടെ. ഈ കഴിഞ്ഞ ജനുവരിയിൽ ഇന്ത്യൻ കുത്തകകൾ ഏതാണ്ട് ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ 50 കൊല്ലമായിട്ട് കോടികൾ കടത്തിക്കൊണ്ടുപോയ വ്യവസായികളല്ല ഇത് സ്വിറ്റ്സർലൻഡിലും യൂറോപ്പിലും ഇരുന്ന് സുഖിക്കുന്നത്. ഈ കഴിഞ്ഞ ജനുവരിയിൽ ആ കള്ളന്മാർ 100 വലിയ കള്ളന്മാരും അതിലെ ഇന്ത്യയിലെ പെരുങ്കള്ളനായ ചിദംബരവും കൂടെ നിങ്ങൾ കണ്ടു കാണും. അടുത്ത 5 കൊല്ലം ഇന്ത്യയിൽ നിന്ന് ഭാരതത്തിൽ നിന്ന് എങ്ങനെ വെളിയിലോട്ട് കാശ് കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റി ഉള്ള ചർച്ചകളായിരുന്നു എന്ന് മാത്രമേ നമുക്കത് കരുതാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ മഹാനായ നെഹ്റുവിൻ്റെ എക്കണോമിക് പോളിസി അത് കംപ്ലീറ്റ് ഫെയിലുവറാ. അതായത് ലോങ് ടേം ബേസിലുള്ള ഒരു എക്കണോമിക് പോളിസി ആയിരുന്നില്ല. അത് ലോങ് ടേം വിഷനോടുകൂടിയുള്ള എക്കണോമിക് പോളിസിയാണ് കൊല്ലങ്ങളായിട്ട് വ്യാവസായികമായി പുരോഗമിച്ച യൂറോപ്പോ അമേരിക്കയോ ജപ്പാനോ കൊറിയയിലോ ഒക്കെ അവർ കൊണ്ടുവന്നത്. ലോങ് ടേം വിഷനിലുള്ള ഒരു എക്കണോമിക്ക് രൂപം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് രൂപം കൊടുക്കേണ്ടത് ആദ്യം നമ്മുടെ നാടിന് ഒരു ടെക്നോളജി പോളിസി വരണം. ആ പോളിസിയിൽ നിന്ന് വേണം ഒരു എക്കണോമിക് പോളിസി ഉടലെടുക്കേണ്ടത്. അതിവിടെ സംഭവിച്ചില്ല. അതുകൊണ്ടാണ് അത് ഒരു കാര്യം, ഇവിടുത്തെ കുത്തകൾക്ക് ഇവിടുത്തെ മാർക്കറ്റ് എക്കോണമി സിസ്റ്റം വന്നപ്പോൾ അത് ക്രൂക്ക് ചെയ്യാനും നമ്മുടെ സമ്പത്തിനെ ക്രൂക്ക് ചെയ്യാനും അഴിമതി കാണിക്കാനും കള്ളപ്പണം ഉണ്ടാക്കാനും അതിനെ വിദേശത്ത് കടത്തിക്കൊണ്ടു പോകാനും സാധിച്ചത്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഗുജറാത്തികളും മാർവാടികളും കൊല്ലങ്ങളായിട്ട് ഇന്ത്യയെ വിറ്റ് തിന്നുകൊണ്ടിരിക്കുക. ആ വർഗത്തിന് വേണ്ടിയാണ് കോൺഗ്രസും
BJPയും ഇന്ന് മുന്നിൽ നിൽക്കുന്നത്. ഇന്ത്യൻ കുത്തകകളും യൂറോപ്യൻ കുത്തകകളും അല്ലെ അമേരിക്കൻ കുത്തകൾ ഇവർ തമ്മിലുള്ള വലിയ വ്യത്യാസമുണ്ട്. അമേരിക്കൻ കുത്തകൾ എന്ന് പറഞ്ഞാൽ അവര് ജോലി ചെയ്യുന്നത് അവരവരുടെ നാട്ടിന് അല്ലെ അവരുടെ രാജ്യത്തിന് കൊമിറ്റഡാണ്. അവരുടെ എല്ലാ കാര്യങ്ങളിലും പ്രൈവറ്റൈസേഷൻ്റെ എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇടപെടലുണ്ട്. അതിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ബ്ലാക്ക് മണി ഇല്ല. അതായത് 100 കോടി രൂപ ക്യാപിറ്റലുള്ള ഒരു ഇൻഡസ്ട്രി വരുവാങ്കിൽ അതിൻ്റെ 90% അതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനും അതിൻ്റെ ടെക്നോളജി ബേസ് ആയിരിക്കും. നേരെ മറിച്ച് ഇന്ത്യയിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല. നെഹ്റുവിൻ്റെ പോളിസി അല്ലെ കോൺഗ്രസിൻ്റെ പോളിസി ഈ നാട്ടിൽ നിന്നാൽ നമുക്കെല്ലാം നഷ്ടപ്പെടും. ഇന്ന് നമുക്കെല്ലാം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ പ്രകൃതിവാതകം എല്ലാം വിറ്റു. $1 താഴെ ഉൽപാദന ചെലവ് വരുന്ന പ്രകൃതിവാതകത്തിന് നമുക്കിന്നും വാങ്ങണമെന്നുണ്ടെങ്കിൽ $8, ഗുജറാത്തിൽ അതിന്ന് $16. നമ്മുടെ കൽക്കരിയെല്ലാം ലേലം ചെയ്ത് കൊടുത്ത് ഈ കൽക്കരി ലേലം ചെയ്ത് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ കൽക്കരി ഉള്ള സ്ഥലത്തെ ആ ജനത്തിന് കിട്ടേണ്ട കോമ്പൻസേഷനാണ് കൈയിട്ട് വാരുന്നത്. അതിൽ കൂടുതൽ കൈയിട്ട് വാരിക്കളഞ്ഞ് അവർക്ക് അല്പം കോമ്പൻസേഷൻ കൊടുത്തിട്ട് ഈ കരി എടുത്ത് അവിടെ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ, ഒരു പ്രൈവറ്റ് കമ്പനി ഉൽപ്പാദിപ്പിച്ചാൽ ഒരു യൂണിറ്റിന് 2 രൂപയ്ക്ക് നമുക്ക് വൈദ്യുതി കിട്ടും. ഇന്ന് ഗുജറാത്തിലെ അദാനിക്ക് കരിപ്പാടങ്ങൾ കൊടുത്തിട്ട് ഇന്ന് മോദി അദാനി കൊടുക്കുന്ന എത്ര രൂപയ്ക്കെന്നറിയാം? ഒരു യൂണിറ്റ് 7 രൂപയ്ക്ക്. എന്നിട്ട് മോദി പറയാ സർപ്ലസ് ഇലക്ട്രിസിറ്റിയാ. എന്നിട്ടും 1 ലക്ഷം കർഷകർക്ക് കറണ്ട് ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല. മറ്റ് താഴെ കിടയിലുള്ളവർക്ക് ഇലക്ട്രിസിറ്റി ഇല്ല. 10,000 കണക്കിന് മീഡിയം സ്കെയിൽ ആൻഡ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അടച്ചുപൂട്ടി. ഗുജറാത്തിൽ ഇന്ന് ഡെവലപ്മെന്റ് അംബാനിക്കോ അദാനിക്കോ അല്ലാതെ ഗുജറാത്തിലെ ജനതയ്ക്കല്ല ഡെവലപ്മെന്റ് വന്നിരിക്കുന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ തിരിച്ച് കോൺഗ്രസിലോട്ട് തന്നെ പോകാം. ഞങ്ങൾക്ക് പറയാനുള്ളത്, കോൺഗ്രസ് നെഹ്റു ഫാമിലി ഡൈനാസ്റ്റി അല്ലെ നെഹ്റു ഫാമിലി എന്നുള്ള ഭരണവർഗം ഒരിക്കലും ഇനി ഇന്ത്യ ഭരിക്കരുത്. അതിനുവേണ്ടി നമുക്ക് നെഹ്റു ഫാമിലി ഡൈനാസ്റ്റി തകർക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ലക്ഷ്യമാണ്. അതിനുവേണ്ടി അടുത്ത കൊല്ലം നമ്മുടെ നാട്ടിൽ നെഹ്റുവിൻ്റെ ജന്മദിനത്തിൽ നടക്കുന്ന നമ്മുടെ ശിശുദിനാഘോഷം നാട്ടിൽ നടക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല. ആരെങ്കിലും അന്ന് നടത്താൻ ശ്രമിച്ചാൽ അന്നത്തെ ദിവസം നെഹ്റുവിൻ്റെ പടം തെരുവുകളിൽ വെച്ച് ഞങ്ങൾ ചെരുപ്പടിക്കുകയും ബാക്കി എന്തൊക്കെയോ ഞങ്ങൾക്ക് ചെയ്യാനൊക്കെ ഞങ്ങൾ അതെല്ലാം ചെയ്യും. ഇതിൻ്റെ കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നത് നെഹ്റു ചരിത്രം പഠിക്കാനല്ല, കോൺഗ്രസ് ചരിത്രം പഠിക്കാനുമല്ല, കമ്മ്യൂണിസ്റ്റ് ചരിത്രം പഠിക്കാനുമല്ല. ഞങ്ങൾക്ക് വേണ്ടത് സത്യസന്ധമായ വിദ്യാഭ്യാസം, ലിബറലൈസ്ഡ് എഡ്യൂക്കേഷൻ. ഇതാണ് ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾ വന്നാൽ ഇവിടെ ലിബറലൈസ്ഡ് എഡ്യൂക്കേഷൻ കൊണ്ടുവരും. താഴേക്കിടയിലുള്ള കുഞ്ഞുങ്ങൾക്കും, താഴേക്കിടയിലുള്ള ഒരു പൗരൻ്റെ കുഞ്ഞിനും, മോളേക്കിടയിലുള്ള ഒരു പൗരൻ്റെ കുഞ്ഞിനും ഒരേ സ്കൂളിൽ ഞങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കും. അത് അവരുടെ അവകാശമാണ്. വിദ്യാഭ്യാസത്തിലെ ഓരോ കുഞ്ഞിൻ്റെയും അവകാശം സംരക്ഷിക്കുക എന്നുള്ളതും ഞങ്ങളുടെ ലക്ഷ്യമാണ്. ഇനി തിരിച്ച് നമുക്ക് ഞങ്ങൾ കൊണ്ടുവന്ന സ്വരാജും അതുപോലെ ലോക്പാലിലോട്ടും നോക്കാം.
ഈ സ്വരാജ് എന്ന് പറയുന്നത് ഓരോ വില്ലേജിലെയും കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പരിപൂർണ അവകാശം അതിലെ ആ വില്ലേജിലെ ജനങ്ങൾക്കാണ്. ഒന്ന്, ലോക്പാൽ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെക്കട്ടം മുതൽ മേല് വരെ അഴിമതിയില്ലാത്ത ഒരു ക്ലീൻ ഭരണം, അഴിമതിയില്ലാത്ത ഒരു ക്ലീൻ ഭരണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് പുരോഗമനം വളരെ മുന്നിലോട്ട്, പുരോഗമനം വളരെ സ്പീഡിൽ പോവും. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, അഴിമതിയില്ലാത്ത ഒരു ഭരണം വന്നാൽ രാജ്യത്തെ എല്ലാവർക്കും തുല്യ ജസ്റ്റിസ്, തുല്യ അവസരങ്ങൾ എല്ലാത്തിലും അത് ഞങ്ങൾക്ക് കൊടുക്കാനൊക്കും. അതോടുകൂടി നമ്മുടെ രാജ്യം ഇന്ന് എവര് സ്വപ്നം കാണുന്ന സൂപ്പർ പവർ ഒന്നും ആകത്തില്ല ഈ സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ 10 കൊല്ലം ഞങ്ങളുടെ രാജ്യം കിട്ടിയാൽ ഞങ്ങൾ സൂപ്പർ പവർ ആക്കി കാണിച്ചു തരാം. ഇനി മറ്റൊരു കാര്യം, ബഹുമാന്യനായ ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു കഴിഞ്ഞ 5 കൊല്ലം. ലക്ഷം കോടികളുടെ ഡിഫൻസ് പർച്ചേസാണ് ഓരോ കൊല്ലവും ഇവിടെ നടത്തുന്നത്. പക്ഷേ അതിനകത്ത് അതൊരിക്കലും കൊല്ലങ്ങളായിട്ട് തുടർന്നു വന്നതാ. ഒരിക്കലും ആർക്കും അത് നിർത്താൻ മനസ്സില്ല. ഇന്ന് ഡിഫൻസ് പർച്ചേസിന് വേണ്ടി ചിലവാക്കുന്ന തുകയുടെ 10-15% ഇവിടെ ചിലവാക്കിയാൽ വാങ്ങുന്നതിനെക്കാട്ടിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള യുദ്ധസാമഗ്രികൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. പക്ഷേ കോൺഗ്രസ് എന്ന ഭരണകൂടത്തിന് കോൺഗ്രസിന് അതിന് മനസ്സില്ല. കാരണം ഡിഫൻസ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടികൾക്ക് വരാനുള്ള ഒരു വലിയ വരുമാനമാണ്. അതുകൊണ്ടാരും അതിനെപ്പറ്റി മെനക്കെടുത്തില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമായിരിക്കും, 80കളിൽ അമേരിക്കയിൽ F-16 ആ ഫൈറ്റർ വികസിപ്പിച്ചത് വെറും 16-18 എഞ്ചിനീയേഴ്സാണ്. നമ്മുടെ നാട്ടിൽ ഇതെല്ലാം വികസിപ്പിക്കാനൊക്കും. പക്ഷേ ഇവിടുത്തെ ഭരണകൂടത്തിന് അതൊന്നും വികസിപ്പിക്കണ്ട. അതിൽ കൂടി നടക്കുന്ന കറപ്ഷൻ, അതിൽ കൂടി അവരുണ്ടാക്കുന്ന സമ്പത്ത്, അതാണ് ഇവിടെ പ്രധാനം. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്, ആദ്യം ഈ കോൺഗ്രസിനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തൂത്തെറിയുക. നമ്മൾ സമൂഹത്തിൽ നിന്ന് കോൺഗ്രസിനെയും നെഹ്റു ഫാമിലിയെയും തൂത്തെറിഞ്ഞെങ്കിൽ മാത്രമേ ഇന്ത്യ എന്ന മഹാരാജ്യം രക്ഷപ്പെടുകയുള്ളൂ. ഇന്നും അന്ന് നെഹ്റുവിൻ്റെ കയ്യിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ ഇവിടെ 30 കോടിയിൽ താഴ്ന്ന ദരിദ്ര നാരായണന്മാരുണ്ടായിരുന്നു. ഇന്ന് 60 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് 60 കോടിയോളം ദരിദ്ര നാരായണന്മാർ ഇവിടെ ഉണ്ട്. ഈ 60 കോടി ദരിദ്ര നാരായണന്മാരെ വെച്ചിട്ടായി അവർ പറയും ഞങ്ങൾ സൂപ്പർ പവർ ആകാൻ പോകുന്നത്. ഇതെന്താ ഇവർ പറയുന്നത്? നാണവും മാനവും ഇല്ലയോ? കോൺഗ്രസ് എന്ന വർഗത്തിന് നാണവും മാനവും ഇല്ലയോ? റിട്ടയർഡായ ഒരു ചെറുക്കൻ രാഹുൽ ഗാന്ധി, ഈ രാഹുൽ ഗാന്ധിയെ ലീഡറായിട്ട് അംഗീകരിക്കാന് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് നാണമില്ലേ? ആന്റണിക്ക് നാണമില്ലയോ? സുധീറിന് നാണമില്ലയോ? ഉമ്മൻചാണ്ടിക്ക് നാണമില്ലയോ? കാരണം ഈ ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും സുധീരനും കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നവർക്കെല്ലാം ഭയങ്കര തൊലിക്കട്ടിയാണ്. നെഹ്റു ഫാമിലിയിൽ ആര് വന്നാലും ഇങ്ങനെ തൊഴുതും കൊണ്ട് നിൽക്കുന്ന കാണാം. ആരെങ്കിലും മതി എന്ന് വെച്ചാൽ ഇത് ആലിബാബായ, ഞങ്ങൾക്ക് കള്ളം ചെയ്യാൻ പറ്റി ഞങ്ങൾ നിർത്തുന്ന ആൾക്കാരാ. നാണവും മാനവില്ലയോ? എവന്റെയൊക്കെ തോലിക്കട്ടി ഭയങ്കരം തന്നെ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ. റിട്ടയർഡായ ഒരു ചെറുക്കനെ ഇവിടെ അങ്ങ് പൊക്കി പറയുക, ഈ രാഹുൽ ഗാന്ധിയും
ആം ആദ്മി പാർട്ടിയുടെ ഒരാളെ എടുക്കുക. ആം ആദ്മി പാർട്ടി ഒത്തിരി ആൾക്കാരുണ്ട്. ആം ആദ്മി പാർട്ടിയിലെ ഇന്ന് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, നേതൃത്വമല്ല ഒത്തിരി ആൾക്കാർ, എങ്കിലും അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന കേജ്രിവാളുമായിട്ട് നമുക്കൊന്ന് ഉപമിക്കാം. ആരാണ് ഈ കേജ്രിവാൾ? ഒരു കൊല്ലം കേരളത്തിൽ നിന്ന് IIT-യിലെ എൻട്രൻസ് എഴുതിയ കിട്ടുന്നത് 4-5 പിള്ളേർക്കാണ്. നമുക്ക് ആലോചിക്കാം IIT എന്തുവാണ്. ആ IIT-ന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി എടുത്തിട്ട് IIT-ന്ന് വരുന്ന പിള്ളേർക്ക് IAS ഒരു പ്രശ്നമല്ല. നിങ്ങൾക്കറിയാം, 6-7 മാസം കൊണ്ട് അവർ IAS എഴുതിയെടുക്കും, അല്ലെ ഇന്ത്യൻ സിവിൽ സർവീസ് എഴുതിയെടുക്കും. അങ്ങനെ ഇന്ത്യൻ സിവിൽ സർവീസ് എഴുതിയെടുത്ത് ഇൻകം ടാക്സ് കമ്മീഷണറായിട്ടിരുന്ന അരവിന്ദ് കേജ്രിവാൾ എങ്ങാണ്ടൊക്കെയോ പോയി ഏതാണ്ടൊക്കെയോ പഠിച്ചെന്നും പറഞ്ഞ് ലണ്ടനിൽ പോയി കുറേ നാൾ താമസിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, അല്ലാതെ ഒരു ക്വാളിറ്റി ഇല്ല. അത് ലണ്ടനിൽ ആര് താമസിച്ചാലും ഇംഗ്ലീഷ് സംസാരിക്കും. അയാൾ എന്തോ പഠിച്ചെന്ന് എന്താണോ ആർക്കും അറിഞ്ഞുകൂടാ. അപ്പം ഇവർ തമ്മിൽ, കേജ്രിവാളും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഇന്ന് ഉപമിച്ചാൽ നമ്മുടെ ഗുഹ്യഭാഗത്തുള്ള രോമത്തിൻ്റെയും മാണിക്യത്തിൻ്റെയും വ്യത്യാസമുണ്ട്. ഗുഹ്യഭാഗത്തുള്ള രോമത്തിൻ്റെ പോലും ക്വാളിറ്റി ഇല്ല രാഹുൽ ഗാന്ധിക്ക്. ഇങ്ങനെയുള്ള ഒരുത്തനെ ഇങ്ങനെ പൊക്കി പറയാൻ വേണ്ടി കേരളത്തിലെ കോൺഗ്രസ്സുകാരൻ്റെ തൊലിക്കട്ടി എന്തുവാ? കാരണം കാശിനും അധികാരത്തിനും വേണ്ടിയാണ് യവനെല്ലാം നിൽക്കുന്നത്. ഈ കോൺഗ്രസ്സുകാരെ കേരളത്തിൽ നിന്ന് തേജോവധം ചെയ്യണം. ഉമ്മൻചാണ്ടി ആണെങ്കിലും കൊള്ളാം, ഏത് ആന്റണി ആണെങ്കിലും കൊള്ളാം, സുധീരനാണെങ്കിലും കൊള്ളാം, എവരെ എല്ലാം കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് തന്നെ തേജോവധം ചെയ്യണം. എങ്കിലേ ഇന്ത്യ രക്ഷപ്പെടത്തുള്ളൂ. അതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കുറേ വർഗീയ പാർട്ടികളും. എന്താ എക്കണോമിക്സിന്റെ, മോഡേൺ എക്കണോമിക്സിന്റെ അയലത്ത് പോലും പോയിട്ടില്ല തോമസ് ഐസക്. ഏതോ വലിയ എക്കണോമിസ്റ്റാന്ന് നാട്ടിൽ പറഞ്ഞു വരിക. അതുപോലെ നമ്മുടെ റബ്ബർ അച്ചായൻ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ വിവരദോഷികൾ നാട് ഭരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ. പ്രിയ നാട്ടുകാരെ, ഇതിൻ്റെ അടുത്ത ഭാഗം കാണുക. അതിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെ നമ്മുടെ നാട് നശിപ്പിച്ചു, കമ്മ്യൂണിസ്റ്റുകാർ ഒരു വിവരദോഷികളാണ് എന്ന് ഞാനൊരു പക്ഷേ ഇപ്പം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. അത് വിവരദോഷികളാണെന്ന് ഒരു പരിധിവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ അടുത്ത ഭാഗം കാണുക. ഇത്രയും നേരം ഇത് കേട്ടോണ്ടിരുന്നതിന് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.